ചിലർ മാത്രം ജീവിതത്തിൽ എളുപ്പത്തിൽ വലിയ വിജയങ്ങൾ നേടുകയും മറ്റു ചിലർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിരന്തരം പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഒരു ദിവസം ലഭിക്കുന്നത് 24 മണിക്കൂർ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുന്നത്? നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ അതായിരിക്കും ആ ദിവസത്തിന്റെ ബാക്കി സമയത്തെയും നിങ്ങളുടെ ജീവിതത്തെയും തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങളുടെ പ്രഭാതങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് രാവിലെ എഴുന്നേറ്റയുടൻ മൊബൈൽ ഫോണിൽ നോക്കി ദിവസം തുടങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ലോകത്ത് നടക്കുന്ന എല്ലാ നെഗറ്റീവ് വാർത്തകളും മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും കണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെട്ടു തുടങ്ങുന്ന ഒരു പ്രഭാതം ഒരിക്കലും നിങ്ങൾക്ക് വിജയം സമ്മാനിക്കില്ല. ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ചാണക്യന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. സാധാരണക്കാരനായ ഒരു കുട്ടിയെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ അസാധാരണ വ്യക്തിത്വമാണ് ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചിന്തകളും ഉപദേശങ്ങളും ചാണക്യനീതി എന്ന പേരിൽ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ദിനചര്യകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ചും ഒരു ദിവസത്തിന്റെ തുടക്കം. ഒരു രാജാവ് തന്റെ സാമ്രാജ്യം ഭരിക്കാൻ എത്രത്തോളം അച്ചടക്കം പാലിക്കണമോ അത്രത്തോളം അച്ചടക്കം ഒരു സാധാരണ മനുഷ്യൻ തന്റെ സ്വന്തം ജീവിതം നിയന്ത്രിക്കാനും പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വിജയത്തിലേക്ക് നയിക്കാൻ ചാണക്യൻ ചില പ്രഭാത ദിനചര്യകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഏത് വലിയ ലക്ഷ്യവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്കുറപ്പുണ്ട്. അതിനാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അതിരാവിലെ ഉണരുക എന്നതാണ്. ഇതിനെ ബ്രാഹ്മമുഹൂർത്തം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ വിളിക്കുന്നത്. സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള സമയമാണിത്. ഒരു രാജാവ് രാത്രിയുടെ അവസാന യാമത്തിൽ ഉണരണമെന്ന് ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ ഉണരുന്നത്? ഇതിന് ശാസ്ത്രീയവും മാനസികവുമായ നിരവധി കാരണങ്ങളുണ്ട്. അതിരാവിലെ പ്രകൃതി വളരെ ശാന്തമായിരിക്കും. അന്തരീക്ഷത്തിൽ ശുദ്ധവായു കൂടുതലുള്ള സമയമാണിത്. ഈ സമയത്ത് ഉണരുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയും മനസ്സ് കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിലെ ബഹളങ്ങളോ തടസ്സങ്ങളോ ഇല്ലാത്ത ഈ സമയം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെയും വിജയശ്രീലാളിതരായ ആളുകളെയും എടുത്തുനോക്കിയാൽ അവരെല്ലാം അതിരാവിലെ ഉണരുന്ന ശീലമുള്ളവരാണെന്ന് കാണാൻ സാധിക്കും. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നവനാണ് എപ്പോഴും ജീവിതത്തിൽ മുന്നിലെത്തുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ സ്വന്തം മനസ്സിനെ തോൽപ്പിച്ച് അതിരാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ദിവസത്തിലെ ആദ്യത്തെ വിജയം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഇത് നൽകുന്ന ആത്മവിശ്വാസം ആ ദിവസം മുഴുവൻ നിങ്ങളെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കും. രണ്ടാമത്തെ കാര്യം ഉണർന്നയുടനെ സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ചിന്തിക്കുക എന്നതാണ്. രാവിലെ എഴുന്നേറ്റയുടൻ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ നോക്കുന്നതിനു പകരം കുറച്ചു നിമിഷങ്ങൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാറ്റിവെക്കുക. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി രാവിലെ ഉണർന്നയുടൻ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും ചിന്തിക്കണമെന്ന്. ഇതിൽ ധർമ്മമെന്നത് നിങ്ങളുടെ കടമകളെയും അർത്ഥമെന്നത് സമ്പത്തിനെയും ലക്ഷ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ഞാൻ ആരാണ്? എന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ലക്ഷ്യങ്ങളിലെത്താൻ ഞാനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ മനസ്സിൽ കാണുക. അതിനായി ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒരു രൂപരേഖയായി തയ്യാറാക്കുക. ഈ ശീലത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. രാവിലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നൽകിയാൽ ആ ദിവസം മുഴുവൻ ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ നമ്മുടെ മനസ്സ് തന്നെ നമ്മെ സഹായിക്കും. ഓരോ ദിവസവും വ്യക്തമായ ലക്ഷ്യത്തോടെ തുടങ്ങുന്നവർക്ക് ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. മൂന്നാമതായി ചാണക്യൻ പറയുന്നത് ശാരീരിക ശുദ്ധിയെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചുമാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വാഹനം. ആ വാഹനം തകരാറിലായാൽ പിന്നെ എത്ര വലിയ ലക്ഷ്യങ്ങളുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് മലമൂത്ര വിസർജനം നടത്തി ശരീരം ശുദ്ധിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം വ്യായാമം ചെയ്യണം. അത് യോഗയോ നടത്തമോ ഓട്ടമോ എന്തുമാകാം. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും തലച്ചോറിലേക്ക് കൂടുതൽ രക്തമെത്തുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. രോഗിയായ ഒരു മനുഷ്യന് ഒരിക്കലും തന്റെ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യാൻ കഴിയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തെയോ സ്വന്തം ജീവിതത്തെയോ നിയന്ത്രിക്കാൻ കഴിയുക? അതുകൊണ്ട് പ്രഭാതത്തിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സ്വന്തം ശരീരത്തിനു വേണ്ടി മാറ്റിവെക്കുക.
കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അറിവ് സമ്പാദിക്കുക എന്നതാണ്. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. ഒരു രാജാവ് തന്റെ പ്രഭാത സമയങ്ങളിൽ പണ്ഡിതന്മാരുമായി സംവദിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സമയം കണ്ടെത്തണം. അതുപോലെ നാം ഓരോരുത്തരും രാവിലെ കുറച്ച് സമയം വായനയ്ക്കായി മാറ്റിവെക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിക്കുക. രാവിലെ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നതിനാൽ ഈ സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം നമ്മുടെ തലച്ചോറിൽ പതിയുകയും ദീർഘകാലം ഓർമ്മ നിൽക്കുകയും ചെയ്യും. ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അറിവ് നാളെ പഴഞ്ചനാകാം. അതുകൊണ്ട് നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് നല്ല പുസ്തകങ്ങൾ. പ്രഭാതത്തിൽ തന്നെ നല്ല ആശയങ്ങൾ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ നെഗറ്റീവ് ചിന്തകൾക്ക് അവിടെ ഇടമുണ്ടാകില്ല. അഞ്ചാമതായി, അന്നത്തെ ദിവസത്തെ കൃത്യമായി ആസൂത്രണം ചെയ്യുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ ആസൂത്രണം ഇല്ലാത്ത ഒരു പ്രവൃത്തിയും വിജയിക്കുകയില്ല. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ഒരു രാജാവ് എങ്ങനെയാണോ തന്ത്രങ്ങൾ മെനയുന്നത്, അതുപോലെ വേണം നാം ഓരോ ദിവസത്തെയും നേരിടാൻ. അന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാനായി മാറ്റിവെക്കുക. പലപ്പോഴും നമ്മൾ സമയം കളയുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണ്. എന്ത് ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത്. സമയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പോയ സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതിനാൽ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ അടുക്കാനും കഴിയും. ഇന്ന് ഞാൻ എന്റെ സമയം എവിടെയൊക്കെ ചെലവാക്കും, ആരോടൊക്കെ സംസാരിക്കും, എന്തൊക്കെ ജോലികൾ ചെയ്തു തീർക്കും എന്ന് രാവിലെ തന്നെ തീരുമാനിച്ചുറപ്പിക്കുക. ആറാമത്തെ കാര്യം, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. പ്രഭാതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെടുകയോ നെഗറ്റീവായി സംസാരിക്കുകയോ ചെയ്യരുത്. ചാണക്യൻ പറയുന്നു, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയിയെന്ന്. ഇതിൽ ഏറ്റവും അപകടകാരി ക്രോധം അഥവാ ദേഷ്യമാണ്. രാവിലെ തന്നെ ഒരാളോട് ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്താൽ ആ ദിവസം മുഴുവൻ ആ നെഗറ്റീവ് എനർജി നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ശ്രദ്ധ മാറും, ജോലികൾ കൃത്യമായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ശാന്തനായിരിക്കുക. എല്ലാവരോടും സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും പെരുമാറുക. നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് പ്രപഞ്ചത്തിനോടോ ഈശ്വരനോടോ നന്ദി പറയുക. ഇത്തരം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുകയും കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഏഴാമതായി, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പ്രഭാത ഭക്ഷണം ഒരു രാജാവിനെപ്പോലെ കഴിക്കണം എന്നാണ് പറയാറുള്ളത്. രാത്രി മുഴുവൻ നീളുന്ന വിശ്രമത്തിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് പ്രഭാത ഭക്ഷണമാണ്. പോഷകസമൃദ്ധമായ ഭക്ഷണം വേണം രാവിലെ കഴിക്കാൻ. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഉപേക്ഷിക്കണം. ശരീരത്തിന് ആലസ്യമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണക്രമം ശീലിക്കുക. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ടെന്ന് ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ പതുക്കെ പതുക്കെ ഈ ശീലങ്ങൾ നിങ്ങളുടെ പ്രഭാതങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക. നാളെ മുതൽ തന്നെ അല്പം നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഉണർന്നയുടൻ മൊബൈൽ ഫോൺ ഒഴിവാക്കി സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കുറച്ചു സമയം വ്യായാമം ചെയ്യുക. നല്ല കാര്യങ്ങൾ വായിക്കുക. അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. ഈ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അച്ചടക്കമാണ് വിജയത്തിന്റെ അടിസ്ഥാനശില. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും അച്ചടക്കത്തോടെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് എന്തും കീഴടക്കാൻ കഴിയും എന്നതാണ് ചാണക്യന്റെ പാഠം. നിങ്ങളുടെ ഓരോ പ്രഭാതവും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ അവസരമാണ്. ആ അവസരത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക. ചരിത്രം സൃഷ്ടിച്ചവരെല്ലാം തങ്ങളുടെ ദിനചര്യകൾ കൃത്യമായി പാലിച്ചവരാണെന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.